നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കളിയല്ല കല്യാണത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പരിപാടിയിൽ നമ്മളോടൊപ്പം ഉള്ളത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ ഖാൻ കരിക്കോടാണ്. സ്വാഗതം സർ. നമസ്കാരം. അപ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതായത് നമ്മുടെ ജീവിത പങ്കാളി അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്ഥാനം നേടാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം. അത് ശരി. അപ്പോൾ ജീവിത പങ്കാളിയുടെ മനസ്സിൽ സ്ഥാനം കയറണമെന്ന് അയാൾക്ക് എന്താണ് ആവശ്യമുള്ളത്, അയാൾ എന്താണ് ആഗ്രഹിക്കുന്നത്, അത് നമ്മൾ അറിയണം. ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷന് കൊടുക്കാൻ കഴിയാവുന്ന ആദ്യത്തേത് അംഗീകാരമാണ്. അവനെ അംഗീകരിക്കുന്നു എന്നുള്ള തോന്നൽ അവന് തോന്നും. അതുകൊണ്ടാണ് പിന്നെ അവൻ്റെ ഒരു ശ്രദ്ധ, എൻ്റെ വൈഫ് സ്മാർട്ടായിരിക്കണം. ഈ സ്മാർട്ട് എന്ന് പറയുമ്പം പല കാര്യങ്ങൾ അതിനകത്ത് വരും. ഒന്ന്, ഒരു ആകർഷണീയതയാണ് അല്ലേ? എല്ലാവരും ആദ്യം പെണ്ണ് കാണുമ്പോൾ നോക്കുമ്പോഴും ആകർഷണീയതയല്ലേ വരുന്നത്. അപ്പോൾ ആകർഷണീയത അതിൽ വസ്ത്രധാരണ ശൈലിയാണ്. വസ്ത്രധാരണ ശൈലി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ഒരാളുടെ വസ്ത്രധാരണ ശൈലിയുടെ ഇഷ്ടമല്ല. അപ്പോൾ അതിൻ്റെ ആ ഇഷ്ടം എന്തെന്നറിയണം. അപ്പോൾ അതെൻ്റെ പങ്കാളി ഏതാണ് ഇഷ്ടപ്പെടുന്നത്, അപ്പോൾ അദ്ദേഹം അത് കൂടെ പോകുമ്പോഴെന്താണ്, ഏതാണ് അതിൻ്റെ ഇഷ്ടം അനുസരിച്ച് വേണം ചെയ്യാൻ. പിന്നെ അതൊരു സൗന്ദര്യബോധവും വേണം. ആ സൗന്ദര്യബോധം എന്ന് പറഞ്ഞാൽ അതിൻ്റെ രീതിയിൽ വേണം. ചിലരൊക്കെ വെറുതെ എടുത്താൽ കിട്ടിട്ടങ്ങ് പോകും. അങ്ങനെയല്ല, അത് സൗന്ദര്യബോധം വേണം. ചിലപ്പോൾ അയാൾക്ക് അറിയത്തില്ല എങ്ങനെ വേണമെന്നുള്ളത്. പൊതുവേ ഒരു കൊള്ളാം ഒരു അഭിനന്ദനമൊക്കെ പറയാം. അപ്പോൾ അത് വേണം. പിന്നെ അതുപോലെ തന്നെ സംസാര രീതി ഒരു പ്രത്യേകതയാണ്. സംസാരത്തിൽ ചില വാക്കുകൾ സംസാരിക്കും, ഉറച്ച് സംസാരിക്കും, ചില ശബ്ദം ഭയങ്കര കൂടുതലായിരിക്കും. ഈ സ്ത്രീകൾ ഉറച്ച് സംസാരിക്കും ചിലർക്ക് ഇഷ്ടമല്ല. അപ്പോൾ എന്നാൽ വേണ്ട സംസാരമുണ്ട്. അതുപോലെ തന്നെ അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഒന്നുള്ളത് ഈ ശുചിത്വശീലങ്ങളാണ്. ചിലരാണെങ്കിൽ രാത്രി എല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ മണമായിട്ട്, വെളുത്തുള്ളിയുടെ മണമായിട്ട് ആയിരിക്കും വരിക. അപ്പോൾ അതൊക്കെ അതിലൊക്കെ കുറച്ച് ശ്രദ്ധകൾ വേണം. പിന്നെ പിന്നെ അടുത്തതായിട്ട് വരുന്ന ഈ പരാതി പറച്ചില്ല. എപ്പോഴും ഈ നാഗിങ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന നാഗിങ്. ഈ നാഗിങ് ഉള്ള പിറുപിറുത്തോണ്ടിരിക്കും. ആ പിറുപിറുക്കൽ ഈ പുരുഷന്മാർക്ക് തീരെ ഇഷ്ടമുള്ളതല്ല. ഒരു കാര്യം പറഞ്ഞാൽ മഴ ഒരു പ്രാവശ്യം കൊഴിയുമ്പോൾ വേറെന്തോ കൊഴിയെന്ന് പറയുന്നില്ലേ, അതുപോലെ എപ്പോഴും ആ പരാതി പറയുന്ന ഒരു സ്ത്രീയെ പുരുഷന് ഇഷ്ടമല്ല. അപ്പോൾ പരാതി പറയുന്നത് കൊടുക്കണം. പിന്നെ അവന് ഇഷ്ടമുള്ളൊരു കാര്യമുണ്ട്. ഈ ബിടായി പറയാൻ ആണുങ്ങളൊക്കെ വലിയ ഈ ബിടായി കേൾക്കുന്നത് ഒരു ഭാര്യയുടെ ചോദനയാണ്. അപ്പോൾ ഇതാണോ വലിയ കാര്യം എന്ന് പറഞ്ഞ് പോകരുത്. അയാൾ പറയുന്ന കാര്യം ഇത്തിരി നേരം കേൾക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അയാൾ പറയുന്ന തമാശകൾ ആസ്വദിക്കണം. അങ്ങനെയൊക്കെ വരുമ്പോഴെന്ത് പറ്റും, എനിക്ക് പറ്റിയ ഒരു പങ്കാളിയാണെന്ന് തോന്നും. ഒരു അല്പം കാര്യക്ഷമതയോടൊക്കെ പ്രവർത്തിച്ചാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ശരിക്കും ഒരു സ്മാർട്ടായ പെൺകുട്ടിയായി മാറും. നല്ലൊരു കുടുംബജീവിതം കിട്ടുകയും ചെയ്യും. ഓക്കെ.